ഹലോ, രാവിലെ തന്നെ പതിവ് പോലെ നല്ലൊരു കോട്ടായി വിട്ടിട്ടാണ് എണീക്കുന്നത്. പിന്നെ സ്ഥിരമുള്ള പല്ല് തേപ്പ്. ചുമരിലുള്ള ഈ കാണുന്ന പല്ലിയും അതുപോലെ തന്നെ ഉറുമ്പുകളൊക്കെ വീട്ടിൽ പൈസ തരാണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ശേഷം പല്ല് തേപ്പ് കഴിഞ്ഞ് റൂമിൽ പോയപ്പോൾ എടാ വിശക്കണോ, ഞങ്ങൾക്ക് വല്ലതും താടാന്ന് പറഞ്ഞിട്ട് എന്റെ മീൻ സുഹൃത്തുക്കൾ പറഞ്ഞു. അതുകൊണ്ട് അവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം കൂട്ടുകാരനൊപ്പം അപ്പുറത്ത് നാട്ടിലത്തെ അംഗലവാടിക്ക് ഒന്ന് വന്നിരിക്കുകയാണ്. അംഗലവാടിത്തെ ചുമര് കണ്ടപ്പോൾ തന്നെ നമുക്ക് പഴയ ഓർമ്മകൾ വന്നു. പണ്ട് അമ്മ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഈ അംഗലവാടിക്ക് വരുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നിലത്തെ ട്രൗസറിൽ മൂത്രയിക്കുകയും ചെയ്തിട്ടുണ്ട്. അംഗലവാടിത്തെ ഭക്ഷണ ചാട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. ബിരിയാണി വരെയാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് വെറുതെ ഒന്ന് വെയിറ്റ് നോക്കിയപ്പോൾ 67 കിലോ. ശേഷം കൂട്ടുകാരനൊപ്പം അവിടെ വരുന്ന ആവശ്യം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് ഹെൽമെറ്റ് ഇട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് പണ ഇടപാടുകൾ ചെയ്യാണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ബാങ്കിക്കാണ് പോയത്. അത് കഴിഞ്ഞ് നേരെ മേമന്റെ വീട്ടിലേക്ക് അമ്മമ്മനെ കാണാൻ പോവാണ്. ഇതാണ് എന്റെ അമ്മമ്മ കല്യാണി. അവിടെ പോയപ്പോൾ എന്റെ മേമ തിന്നാൻ എന്തെങ്കിലും വേണോ ചോദിച്ചു എന്നോട്. ഞാൻ പിന്നെ ഒന്നും വേണ്ടെന്ന് പറയാത്തത് കൊണ്ട് അവിടെ കിട്ടുന്നതൊക്കെ കഴിച്ച് വയറ് നിറച്ചു. പിന്നെ അമ്മമ്മ എന്തെങ്കിലുമൊക്കെ വായിലിട്ട് ഇതുപോലെ ചവയ്ക്കുന്ന കാണാൻ നല്ല രസമാണ്. അങ്ങനെ അതും കുറച്ചു നേരം കണ്ടോണ്ടിരുന്ന് കുറച്ചു നേരം അമ്മമ്മനോട് സംസാരിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി റൂമിൽ കുറെ വേണ്ടാത്ത സാധനങ്ങളുണ്ട്. അതൊക്കെ വൈകുന്നേരത്ത് ഒന്ന് അടുക്കി പെറുക്കി എടുക്കുകയാണ്. അതൊക്കെ റൂമിൽ നിന്ന് കളഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ ബുക്ക് എടുത്തിട്ട് വായിക്കാൻ നിൽക്കുക. ഈ ബുക്ക് ഞാൻ ഇന്ന് പഠിച്ച പാഠമാണ്. നിങ്ങളുടെ ദുഃഖത്തിന് കാരണം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സ്വയം മാറുക. പിന്നെ മോശം കാര്യങ്ങളും മോശം ആളുകളെയും ഒരിക്കലും ശ്രദ്ധിക്കരുത്. ശേഷം രാത്രി കിടക്കാനായി പാന്റ് മാറ്റി മുണ്ടാക്കി. രാത്രി കിടക്കാൻ മുണ്ടാണ് സുഖം. ആകെ രാത്രി ഒരു 10 മിനിറ്റ് ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കും. ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ മുണ്ടാണ്ട് കിടന്നുറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.